നമസ്കാരം. ഭക്തിസാന്ദ്രമായ സന്ധ്യാവേളയിൽ എല്ലാവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദേവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മംഗലാപം മായാവിൻ പ്രസാദം. ആർത്തൻ, ജിജ്ഞാസു, അർത്ഥാർത്ഥി എന്നിവരാണ് ഗൗണീ ഭക്തർ. ആർത്തൻ എന്നാൽ ദുഃഖിതൻ എന്നർത്ഥം. പലപ്പോഴും സമ്പത്തിൻ്റെയും മറ്റ് ധാരാളിത്തത്തിൽ അഹങ്കരിച്ച് കഴിയുന്നവർക്ക് ഈശ്വരചിന്ത എപ്പോഴും ഉണ്ടാകാറില്ല. ജീവിതത്തിൽ ഗുരുതരമായ എന്തെങ്കിലും ദുരിതങ്ങൾ വന്നു ചേരുമ്പോഴാണ് ഇവരുടെ മനസ്സ് ഈശ്വരനിലേക്ക് തിരിയുന്നത്. ഇങ്ങനെ രോഗം, കടം തുടങ്ങി വിവിധ തരത്തിലുള്ള ദുഃഖമോചനത്തിനായി ഈശ്വര വിചാരം ചെയ്യുന്നവരെയാണ് ആർത്തഭക്തർ എന്ന് പറയുന്നത്. ഇവർ ഈശ്വരനെ പ്രാപിക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. പലപ്പോഴും ലൗകികരായിട്ടുള്ളവർക്ക് ആപത്തുകളും വിഷമങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും വന്നാലേ ഈശ്വര ചിന്തകൾ വരൂ. രോഗങ്ങളും ദുരിതങ്ങളും മാറണം എന്ന ഫലകാംക്ഷയോടുകൂടിയതിനാൽ ഈ ഭക്തി ഉയർന്ന തലത്തിലുള്ളതല്ല. കാരണം ഈ ഭക്തി ഭൗതികമായും മറ്റ് കാര്യലാഭത്തിനുമായിട്ടുള്ള ഒരു ഇടപാടാണ് ഇവിടെ ഭക്തി. എന്നാലും ഈശ്വര സ്മരണയുണ്ടല്ലോ എന്നതിനാൽ ഇവരെയും ഭക്തിയുടെ കൂട്ടത്തിൽ പെടുത്തിയിരിക്കുന്നു എന്ന് മാത്രവുമല്ല, ആർത്തൻ്റെ ഭക്തി ഉറച്ചാൽ അത് ഈശ്വരനിൽ അർപ്പിച്ച നിഷ്ഠയോടുകൂടിയായി തീരും. ആർത്തഭക്തി ഉയർന്ന് പരാഭക്തിയിലെത്തുന്ന ഉദാഹരണങ്ങളും ധാരാളമുണ്ട്. തുടർന്ന് കാവാലം ശ്രീകുമാർ സാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. യുദ്ധം ഗുഹോക്തികൾ കേട്ടു ഭരതനും തത്ര ഗച്ഛാമഹേ ശീഘ്രം പ്രിയസഖേ തർത്തുമമർത്യതടിനിയെ സത്വരം കർത്തുമുദ്യോഗം സമർത്ഥോ ഭവാദ്യ നീ ശ്രുത്വാ ഭരതവാക്യം ഗുഹൻ സാദരം ഗത്വാ വിബുധ നദിയെ കടത്തുവാൻ ഭൃത്യജനത്തോടുകൂടെ സസംഭ്രമം വിസ്താരയുക്തം മഹാക്ഷേപണീയുതം അഞ്ജസാ കൂലദേശം നിറച്ചീടിനാൻ 500 തോണി വരുത്തി നിരത്തിനാൻ. ഇനി രാമായണ ദർശനം. ഭരതന്റെ ശ്രീരാമ ഭക്തി മനസ്സിലാക്കിയ ഗുഹൻ അത്ഭുതപ്പെടുന്നു. എത്ര പുണ്യജന്മമാണ് ഭരതൻ്റേതെന്ന് ഗുഹൻ പറയുന്നു. അനന്തരം ഗംഗാനദി കടത്താൻ തോണികൾ എത്തിക്കുന്നു. ഈ കഥാസന്ദർഭമാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത്. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എവിടെയാണ് ശ്രീരാമൻ വസിക്കുന്നത്? രാമനെ കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ അങ്ങോട്ട് പോവുകയാണ് എന്ന് ഭരതൻ ചോദിച്ചതിന് മറുപടിയായി ഗുഹൻ പറയുകയാണ്, മംഗലദേവതാ വല്ലഭൻ തങ്കലിന്നിങ്ങനെയുള്ളൊരു ഭക്തിയുണ്ടാകയാൽ
പുണ്യവാന്മാരിൽ വെച്ച് അഗ്രേസരൻ ഭവാൻ, നിർണയമെങ്കിലോ കേൾക്ക മഹാമതേ. ഗംഗാനദി കടന്നാൽ അടുത്തെത്രയും മംഗലമായുള്ള ചിത്രകൂടാചലം, തന്നിക്കട്ടെ വസിക്കുന്നിതു സീതയാ തന്നുടെ സോദരനോടും യഥാസുഖം. സാക്ഷാൽ ലക്ഷ്മി ഭഗവതിയുടെ വല്ലഭനായ രാമനിൽ ഇത്ര വലിയ ഭക്തി നിനക്കുണ്ടല്ലോ, അദ്ഭുതം തന്നെ. അതുകൊണ്ട് പുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും മുമ്പിലുള്ളവനാണ് ഹേ ഭരത ഭവാൻ. അതിൽ സംശയമില്ല, നിർണയമാണ്. എങ്കിൽ നീ കേൾക്കൂ മഹാബുദ്ധിശാലിയായുള്ള ഭരത, ഞാൻ പറയാം. ഗംഗാനദി കടന്നു കഴിഞ്ഞാൽ വളരെ മംഗലമായുള്ള ചിത്രകൂടാചലത്തിൽ എത്തിച്ചേരും. അതിൻ്റെ സമീപത്താണ് സീതയോടും സഹോദരനോടും കൂടെ ശ്രീരാമൻ കഴിയുന്നത്. ഇവിടെ ഈ വർണ്ണന പഠിക്കുമ്പോൾ ഗംഗയുടെ തീരത്തെവിടെയോ ആണ് ശ്രീരാമനും മറ്റും താമസിക്കുന്നതെന്ന് നമുക്ക് തോന്നും. വാൽമീകീയമനുസരിച്ച് ഗംഗ തരണം ചെയ്ത് വളരെ ദീർഘദൂരം സഞ്ചരിച്ച് യമുനാ നദിയുടെ തീരത്തെത്തി യമുനയെയും കടന്ന് പിന്നീട് ദീർഘദൂരം സഞ്ചരിച്ച ശേഷമാണ് തെക്കൻ ദിക്കിലേക്ക്, പിന്നെയും ദീർഘദൂരം സഞ്ചരിച്ച ശേഷമാണ് ശ്രീരാമനും സീതാലക്ഷ്മണന്മാരും ചിത്രകൂടത്തിലെത്തിയിട്ടുള്ളത്. ആ വിഷയം വളരെ വിശദമായി വാൽമീകീയത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. അപ്പോൾ ഗംഗ കടന്നാൽ പോരാ, ഗംഗ കടന്ന് യമുനയും കടന്ന് പിന്നെയും ദൂരം കുറേ സഞ്ചരിച്ചിട്ടാണ്. പക്ഷെ അവിടെ ചിത്രകൂടത്തിന് സമീപത്തിലൂടെ മന്ദാകിനി എന്ന് പേരുള്ള ഒരു നദി ഒഴുകുന്നുണ്ട്. മന്ദാകിനി ശബ്ദത്താൽ ഗംഗ പറയപ്പെടുന്നു എന്നത് ശരിയാണ്. മന്ദാകിനിയും അളകനന്ദയും ഭഗീരഥിയും എല്ലാം ചേർന്ന് ഗംഗയായി ഒഴുകുമ്പോൾ ഈ പേരുകളൊക്കെ പര്യായമായിട്ട് ഉപയോഗിക്കാറുണ്ട്. എങ്കിലും വർണ്ണന ശ്രദ്ധിച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവുക, ഗംഗാനദിയിൽ നിന്ന് ഭിന്നയായ മറ്റൊരു മന്ദാകിനിയാണ് ചിത്രകൂടത്തിന് സമീപത്തിലൂടെ ഒഴുകുന്ന ചെറിയ പുഴ. അതൊരരുവി എന്നേ പറയാവൂ, വലിയ പുഴയല്ല, അരുവിയാണ്. അപ്പോൾ ഈ വർണ്ണന വായിക്കുന്ന സമയത്ത് ഗംഗയുടെ നേരെ അടുത്ത് തന്നെയാണെന്ന് തോന്നിപ്പോകും. അപ്പോൾ ഇവിടെ ഇത്രയേ ഉദ്ദേശിച്ചിട്ടുണ്ടാവുള്ളൂ, ഗംഗ കടന്ന് അപ്പുറത്ത് എന്നേ ഉദ്ദേശിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അടുത്തെത്രയും എന്നുള്ള വർണ്ണന അത് ഉചിതമായി തോന്നുന്നില്ല. ഗംഗയുടെ അടുത്തല്ല, വിദൂരം തന്നെയാണ് ചിത്രകൂടമുള്ളത്. ഇത്തം ഗുഹോക്തികൾ കേട്ടു ഭരതനും തത്ര ഗച്ഛാമഹേ ശീഘ്രം പ്രിയസഖേ, തർത്തുമമർത്യ തടിനിയ സത്വരം കർത്തുമുദ്യോഗം സമർത്ഥോ ഭവദ്യനീ. ശ്രുത്വാ ഭരതവാക്യം ഗുഹൻ സാദരം ഗത്വാ വിബുധ നദിയെ കടത്തുവൻ, ഭൃത്യജനത്തോടു കൂടെ സസംഭ്രമം വിസ്താരയുക്തം മഹാക്ഷേപണീയുതം. അഞ്ജസാ കൂലദേശം നിറച്ചിടിനാൻ 500 തോണി വരുത്തി നിരത്തിനാൻ. ഗുഹൻ പറഞ്ഞ വാക്കുകൾ കേട്ട് പെട്ടെന്ന് തന്നെ ഭരതൻ പറയുകയാണ്, ഹേ പ്രിയ സഖേ, അല്ലയോ പ്രിയപ്പെട്ട സഖാവേ, ശീഘ്രം തത്ര ഗച്ഛാമഹേ, നമുക്ക് വേഗം അങ്ങോട്ട് പോകാം. അമർത്യ തടിനിയെ സത്വരം തർത്തും ഉദ്യോഗം കർത്തും സമർത്ഥ ഭവാൻ. മുഴുവൻ സംസ്കൃത ശബ്ദങ്ങളാണ്. അമർത്യ തടിനിയെ, അമാനുഷ നദിയെ, അമാനുഷ ശബ്ദം കൊണ്ട് അവിടെ ദിവ്യം അർത്ഥമാക്കപ്പെടുന്നു. അപ്പോൾ ദിവ്യനദിയെ, ഗംഗാനദി ദിവ്യനദിയാണ്. അപ്പോൾ ദിവ്യനദിയെ തർത്തും തരണം ചെയ്യുന്നതിന്, എപ്പോൾ സത്വരം പെട്ടെന്ന് തന്നെ തരണം ചെയ്യുന്നതിന്, ഉദ്യോഗം കർത്തും പരിശ്രമം ചെയ്യുന്നതിന് സമർത്ഥ ഭവാൻ, സമർത്ഥനായി തീരൂ. താല്പര്യം
ഈ ദേവനദിയായ ഗംഗയെ തരണം ചെയ്യുന്നതിന് വേണ്ട പണി വേഗം തന്നെ ചെയ്യൂ. അദ്യ നീ, ഇപ്പോൾ തന്നെ നീ അത് ചെയ്യൂ എന്ന് ഭരതൻ പറഞ്ഞു. അങ്ങനെയുള്ള ഭരതൻ്റെ വാക്യം കേട്ട് വളരെ ആദരവോടുകൂടി ദേവനദിയായ ഗംഗയെ കടത്തുവാൻ വേണ്ടി ഭൃത്യജനങ്ങളോടുകൂടെ പെട്ടെന്ന് സസംഭ്രമം വളരെ ഉത്സാഹത്തോടുകൂടെ വളരെ വലിയ മഹാക്ഷേപണീയുധം, ക്ഷേപണി തോണി, മഹാക്ഷേപണി വലിയ രാജനൗക, ഒരു വലിയ രാജനൗകയോടുകൂടെ 500 തോണികളെ ഗുഹൻ അങ്ങോട്ട് വരുത്തി നിരത്തി നിർത്തി. അപ്പോൾ വലുതും ചെറുതുമായ 500 തോണികൾ, അതിലൊന്ന് വലിയ മഹാക്ഷേപണിയാണ്, രാജോചിതമായ വലിയ തോണിയാണ്. ഇത്രയും തോണികളെ നിരത്തി നിർത്തി. ഊറ്റമായൊരു തഴയുമെടുത്തതിലേറ്റം വലിയൊരു തോണിയിൽ താൻ മുതാ ശത്രുഘ്നനോടു ഭരതനെയും മുനി സത്തമനായ വസിഷ്ഠനെയും തഥാ രാമമാതാവായ കൗസല്യ തന്നെയും വാമശീലാംഗിയാം കൈകേയി തന്നെയും ഉത്തമയാം സുമിത്രാദേവി തന്നെയും പൃഥ്വീശപത്നിമാർ മറ്റുള്ളവരെയും ഭക്തിയാ തൊഴുതു കരേറ്റി മന്ദം തുഴഞ്ഞസ്തഭിത്യ കടത്തിയിടിനാനാദരാൽ. വലിയ ഒരു തുഴയെടുത്ത് സ്വയം വലിയ തോണി തുഴയാൻ തയ്യാറായിക്കൊണ്ട് ഗുഹൻ നിൽക്കുകയും ഭരതനെയും ശത്രുഘ്നനെയും വസിഷ്ഠനെയും അതുപോലെ രാമമാതാവായ കൗസല്യയെയും കൈകേയിയെയും സുമിത്രയെയും മറ്റ് രാജപത്നിമാരെയും എല്ലാം ഭക്തിപൂർവ്വം തൊഴുത് ആ തോണിയിലേക്ക് കയറ്റുകയും ചെയ്തു ഗുഹൻ. ഈ ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. ഗുരുമാഹാത്മ്യത്തെക്കുറിച്ചുള്ള സ്വാമി അമൃതഗീതാനന്ദപുരിയുടെ തത്വവിചാരം തുടരുന്നു ഇന്ന് സനാതനധർമ്മത്തിൽ. അമ്മ ദർശനം കൊടുക്കുമ്പോൾ അമ്മയുടെ 2 ഭാഗത്തായിട്ട് കോളേജിലെ പ്രിൻസിപ്പാളും ഡീൻസും അതുപോലെ അമൃത ടി വിയിൽ നമ്മുടെ ടി വിയിലെ പലരും അമ്മയുടെ 2 ഭാഗത്തുണ്ടാകും. അവർക്ക് സംശയങ്ങൾ, അവർ പ്രധാനമായിട്ടുള്ള വലിയ തീരുമാനങ്ങൾ അവർക്ക് അമ്മയോട് ചോദിച്ചിട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഈ തീരുമാനങ്ങൾ സംശയങ്ങൾ ചോദിക്കാനായിട്ട് അവർ 2 ഭാഗത്ത് ഇരിപ്പുണ്ട്. ഈ വലത്ത് ഭാഗത്ത് ഇരിപ്പുണ്ട്, ഇടത്ത് ഭാഗത്ത് ഇരിപ്പുണ്ട്. കോളേജിലെയും എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ അതിൻ്റെ ഭാരവാഹികൾ, പ്രിൻസിപ്പാളും ഡീനും പിന്നെ മറ്റുള്ള പ്രൊഫസർമാരെല്ലാവരും ഉണ്ട്. എയിംസിലെ അവർ എല്ലാവരും ഉണ്ട്. അമ്മ വലത്തോട്ട് തിരിഞ്ഞു, ഇടത്തോട്ട് തിരിഞ്ഞു, ഇതിനകത്ത് ഉത്തരം കൊടുക്കുകയാണ്. അതിൻ്റെ ഓരോ സംശയത്തിനും അതിന് ഉടനെ അമ്മ ഉത്തരം കൊടുക്കുകയാണ്. ഈ 2ാമത്തെ സ്ട്രെയിനായി ഇങ്ങനെ ഇത് രണ്ടാമത്തെ ഇത്രയും ദർശനം കൊടുക്കുന്ന അതിൻ്റെ കൂട്ടത്തിൽ ഈ ഇങ്ങനൊരു സ്ട്രെയിനും കൂടിയുണ്ട്. ഇത് വലത്തോട്ട് തിരിഞ്ഞ് ഇടത്തോട്ട് തിരിഞ്ഞ് അവരെ എല്ലാ സംശയങ്ങളും തീരുമാനങ്ങൾ എങ്ങനെയായിരിക്കണം അത് അമ്മ വ്യക്തമായി കൊടുക്കും. അത് രണ്ടാമത്തെ സ്ട്രെയിനാണിത്. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നൊരു കാഴ്ച, ഈ നമ്മുടെ ചിലപ്പോൾ നമ്മുടെ ഇത്രയും 2 ഭാഗത്തൂടെ ഈ ഭക്തന്മാർ വന്നിട്ട് അവർ ഓരോരുത്തർക്കും അമ്മ ഇത് പരിഹാരം പറയാണ്. അവർക്ക് അതായത് ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പരിഹാരം പറയാണ്. അപ്പം നമ്മൾ ചിന്തിച്ച് നോക്കൂ, ഒരു സൈക്കാട്രിസ്റ്റിനെ ഒരു ദിവസം എത്ര പേരെ കാണാൻ സാധിക്കും? നമ്മുടെ ഈ ഭക്തന്മാരുടെ വിഷമങ്ങൾ കേട്ടുകഴിഞ്ഞാൽ നമ്മൾ തറന്നു പോകും. ഇത്രയും ഭക്തന്മാരുടെ വിഷമങ്ങളെല്ലാം കേട്ട് അമ്മ അങ്ങനെ അതേ ശാന്തഭാവത്തിലിരിക്കുകയാണ്. ഒരു സൈക്കാട്രിസ്റ്റിന് ഏറി വന്ന ഒരു 50 പേരെ കാണാൻ ഒരു ദിവസം ഏറി വന്നാൽ 50 പേരെ കാണാൻ സാധിക്കും. പക്ഷെ അമ്മ 50 അല്ല, എത്രയോ ആയിരക്കണക്കിന് ഭക്തന്മാർ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അത് അവരെല്ലാ പ്രശ്നങ്ങളും കേട്ടിട്ട് എന്നാലും അമ്മയുടെ ആ ശാന്തഭാവം തന്നെ ഇരിക്കുകയാണ്. അപ്പം ആ ഉള്ളിൽ അനന്തശക്തിയാണ് ഇവിടെ കാണുന്നത്. അപ്പം അത് ഭഗവത്ഗീതയിൽ തന്നെ നമ്മൾ സാധാരണ ഈ മഹാത്മാക്കളെ നമ്മൾ അത് സമുദ്രം പോലെയാണെന്ന് പറയും. സമുദ്രത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ലോകത്തിലെ എല്ലാ നദികളും ഈ സമുദ്രത്തിൽ വന്ന് ലയിച്ചു കഴിഞ്ഞാൽ
വന്ന് കയറി ചേർന്ന് കഴിഞ്ഞാലും ഈ സമുദ്രത്തിൻ്റെ ലെവൽ ഒരിക്കലും പൊന്തുന്നില്ല. ഇത് നദികളെല്ലാം വന്നിട്ട് സമുദ്രത്തിൽ ചെന്ന് കഴിഞ്ഞാലും ആ സമുദ്രത്തിൻ്റെ ലെവൽ അതുപോലെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ഇത് മഹാത്മാക്കളെക്കുറിച്ചും സന്ത് മഹാത്മാക്കളെക്കുറിച്ചും ഇത് അവർ സമുദ്രം പോലെയാണ് എന്ന് പറയും. അവർക്ക് എത്ര ഈ ലോകത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അവർ വന്നു ചേർന്നാലും അവർ ആ സമനില ഒരിക്കലും വിട്ടുപോകില്ല, ആ ശാന്തഭാവം ഒരിക്കലും വിട്ടുപോകില്ല. അപ്പോൾ നമ്മൾ ഈ അമൃത എന്നുള്ള വാക്ക്, അമൃത എന്നുള്ള പേര് മാത്രമല്ല, അമൃത അതിൻ്റെ ഒരു ഭഗവത്ഗീതയിൽ നമ്മൾ ഒരു ഈശ്വരൻ്റെ സ്വരൂപം എന്താണ് ചോദിക്കാണ്ട് ഒരു വാക്കിൽ പറയാം, ചൈതന്യം. അതാണ് ഈശ്വരൻ. തിരിച്ചു മറിച്ച് പറയേണ്ട ആവശ്യമില്ല. ഈശ്വരൻ്റെ സ്വരൂപം എന്താണ് ആ സബ്സ്റ്റൻസ്, ഈശ്വരൻ എന്താണ് എന്ന് പറയുകയാണ് ചൈതന്യം. അതാണ് ഭഗവത്ഗീത നന്നായിട്ട് പറയുന്നുണ്ട്. ചൈതന്യമാണ് ഈശ്വരൻ, ചൈതന്യ സ്വരൂപമാണ്. ആ ചൈതന്യ സ്വരൂപം ഇവിടെ നമ്മൾ അമ്മയിൽ കാണുന്നത് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും പേർക്ക് ദർശനം കൊടുത്തു, ഇത്രയും പേരുടെ ഇത് കഷ്ടപ്പാട് ദുഃഖങ്ങളെല്ലാം കേട്ടിട്ടും അമ്മ അങ്ങനെ ഇരിക്കണം. അനന്തശക്തി അമ്മയിൽ ഉണ്ട്. ഒരു എക്സാമ്പിൾ ഒരു ഉദാഹരണം കൂടി നോക്കും. ഒരു കുടുംബം, ഡൽഹിയിലെ ഒരു കുടുംബം അമ്മയുടെ ദർശനത്തിൽ വരികയാണ്. അപ്പോൾ അവർ യാത്ര പറയാൻ വന്നതാണ്. അപ്പോൾ ഇത് ഏകദേശം 6-8 പേരുണ്ട്. അപ്പോൾ ഓരോരുത്തരേക്ക് അവർക്ക് എത്രയോ രാത്രി ഏകദേശം ഒരു 2 മണിയായി രാത്രിയിൽ. ദർശനം ഇങ്ങനെ കൊടുക്കുന്നത് അവർ വന്നു, ഓരോരുത്തരെ വന്നു. അപ്പോൾ വന്നപ്പോഴും അമ്മയെ യാത്ര പറയാൻ വന്നതാണ്. രാവിലെയാണ് ഫ്ലൈറ്റ്, രാവിലെയാണ്. ഇപ്പോൾ ഉടനെ ഇറങ്ങുകയാണ്. അപ്പം ഓരോരുത്തരെ ദർശനം കൊടുക്കുകയാണ്. ഒന്നാമത്തെ ആൾക്ക് വന്നു, രണ്ടാമത്തെ കൊടുക്കും. ഓരോരുത്തരും അമ്മ വായിൽ മിഠായി വെച്ച് കൊടുക്കുകയാണ്. ഒരു മൈസൂർ പാക്ക് വെച്ച് കൊടുക്കുകയാണ്, മൈസൂർ പാക്ക്. അങ്ങനെ 1, 2, 3, 4, 5, 6ാമത്തെ വ്യക്തി വന്നപ്പോഴും അമ്മ മൈസൂർ പാക്ക് എടുത്തിട്ട് വായുടെ അടുത്തെത്തി. എന്നിട്ട് നിനക്ക് ഡയബറ്റീസ് ഉണ്ട്, നിനക്ക് ഇത്രയും മതി എന്ന് വന്നിട്ട് ഒരു തുള്ളു കൊടുത്തു. ഇത്രയും ഇത് ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങളും, ഇത്രയും ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങളും മാനസികമായിട്ടുള്ള ക്ലേശങ്ങളും ഉള്ളപ്പോഴും ഈ വ്യക്തി ഡയബറ്റിക് ആണെന്ന് നമുക്കറിയാൻ ഓർമ്മിക്കാൻ സാധിച്ചു. ഇതുകൊണ്ടാണ് അമ്മയെ അമൃത എന്നുള്ള വാക്കിന് നമുക്ക് എല്ലാവർക്കും അമൃത എന്നുള്ള പേരുണ്ട്. അമൃത എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ചൈതന്യമാണ്, ചൈതന്യ സ്വരൂപമാണ് അമ്മ എന്നെല്ലാം അറിയാൻ സാധിക്കും. അപ്പോൾ അമ്മയുടെ ഇത് ഭഗവത്ഗീതയായിട്ട് പറയാൻ കണക്ട് ചെയ്യാനുള്ള കാര്യം ഇതാണ്. അമ്മയോട് ചോദിച്ചു, അമ്മയ്ക്ക് എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? ഇത്രയും പേർക്ക് ഒരേ ഇരിപ്പിൽ അമ്മയുടെ 50ാം ജന്മദിനത്തിൽ അമ്മ 24 മണിക്കൂർ കവിഞ്ഞ് ഇരുന്നു അമ്മ, 27 മണിക്കൂർ ഇരുന്നു അമ്മ. അമ്മയ്ക്ക് എങ്ങനെ ഇത് സാധിക്കുന്നു എന്ന് അവർ പലരും ചോദിച്ചിട്ടുണ്ട് അമ്മയോട്. എങ്ങനെ ഒരു ഇരിപ്പിൽ ഇത് സാധിക്കുന്നു? അപ്പം അമ്മ പറഞ്ഞത്, നമ്മുടെ മുന്നിൽ കാണുന്നത് ക്യാമറയുടെ എക്സാമ്പിൾ എടുക്കാം. ഈ ക്യാമറ നമ്മൾ ബാറ്ററിയിൽ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 4-5 മണിക്കൂർ ഓപ്പറേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് ബാറ്ററിയുടെ ചാർജ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും റീചാർജ് ചെയ്യണം. അപ്പം ബാറ്ററി ഓപ്പറേറ്റഡ് ക്യാമറ നമുക്ക് 4-5 മണിക്കൂർ സാധിക്കാം. പക്ഷേ അതേ ക്യാമറ നമ്മൾ മെയിൻസിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഇതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുപോലെ അമ്മ പറഞ്ഞു അമ്മയുടെ ചോദിച്ചു, എങ്ങനെ അമ്മയ്ക്ക് സാധിക്കും? അമ്മ പറഞ്ഞു, മക്കളെ ഞാൻ മെയിൻസിൽ കണക്റ്റഡ് ആണെന്ന് പറഞ്ഞു. അമ്മ സൂചിപ്പിക്കുന്നത് ഈ ശരീരം മാത്രമല്ല, ഈ ശരീരം മനസ്സ്, ഈ വ്യക്തി ഞാൻ എപ്പോഴും, അതാണ് യഥാർത്ഥ യോഗ എന്ന് അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം കൂടിച്ചേർന്നതിൻ്റെ അർത്ഥം. ജോയിനിങ്, കൂടിച്ചേർന്നത്, യുക്ത എന്നുള്ള അർത്ഥം വരും. അപ്പോൾ അത് ഞാൻ നിരന്തരമായി ഈശ്വരൻ ലയിച്ചിരിക്കുന്നതാണ്, അതാണ് സൂചിപ്പിച്ചതമ്മ. അമ്മ ഇത്രയും പറഞ്ഞു, ഞാൻ മെയിൻസിനോട് കണക്റ്റഡ് ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മെയിൻസിനോട് കണക്റ്റഡ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ നിരന്തരമായി ഈശ്വരനോട് ലയിച്ചിരിക്കുന്നതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ സ്വരൂപം ഈശ്വരൻ തന്നെയാണ് എന്നാണ് അമ്മ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾക്കും നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അനന്തശക്തി നമുക്ക് ഉണർത്താൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഒരു 100 വോൾട്ട് ബൾബായി നമുക്കൊരു ട്രാൻസ്ഫോമറായി മാറാൻ സാധിക്കും എന്നാണ് അമ്മ നമ്മളെ സാധാരണ ഉപദേശിക്കാറുള്ളത്. എത്ര കത്തി ജ്വലിച്ചാലും സൂര്യൻ്റെ ശക്തി ക്ഷയിക്കുന്നില്ല. ജ്വലിച്ചടങ്ങുന്നതിനനുസരിച്ച് ഊർജം ഉത്ഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. അതുപോലെയാണ് മഹാത്മാക്കളും. അവരുടെ ശക്തിക്ക് ക്ഷയമില്ലാത്തതാണ്. സമുദ്രം പോലെയാണ് ആത്മജ്ഞാനിയെ ഭഗവത്ഗീത ഉപമിക്കുന്നത്. സമുദ്രത്തിൽ എത്ര നദികൾ വന്നു ചേർന്നാലും ജലനിരപ്പ് ഉയരുന്നില്ല. സമുദ്രം എല്ലാ നദികളെയും ഉൾക്കൊള്ളുന്നത് പോലെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുമ്പോഴും ആത്മജ്ഞാനി ശാന്തനും സമചിത്തനുമായിരിക്കുമെന്ന് വ്യക്തമാക്കുകയായിരുന്നു സ്വാമി അമൃത ഗീതാനന്ദപുരി. സന്ധ്യാദീപം
തുടർന്ന് ദീപാരാധന, ക്ഷേത്ര സന്നിധിയിലേക്ക് ആരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. रू